ഐസി ബാലകൃഷ്ണന് ഇനി ഈ തൽസ്ഥാനത്തിരിക്കാൻ ഒരു നിമിഷം പോലും ഇരിക്കാനുള്ള അവകാശമില്ല എന്ന് നമുക്കെല്ലാവർക്കും പറയാം. CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്ന് ബത്തേരി MLA IC ബാലകൃഷ്ണൻ്റെ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് വയനാട്ടിലെ DCC ട്രഷറും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ മൂലം മരണപ്പെടുന്നത്. ആ ആത്മഹത്യക്കുള്ള കാരണം IC ബാലകൃഷ്ണൻ MLA ആണ്. MLA അതുകൊണ്ട് തന്നെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള സമരം CPM ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് CPM സമരം നടത്തി DYFI സമരത്തിൽ ഇന്ന് വൈകുന്നേരം പങ്കെടുക്കും. ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIM തീരുമാനിച്ചിട്ടുള്ള വയനാട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ള ആ പ്രഖ്യാപനം കൂടിയായിരുന്നു ഇന്ന് ബത്തേരിയിൽ CPMൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കോൺഗ്രസിന്റെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക താല്പര്യത്തിന്റെ ഇരയായി രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. IC ബാലകൃഷ്ണന് ഇനി ഈ തൽസ്ഥാനത്തിരിക്കാൻ ഒരു നിമിഷം പോലും ഇരിക്കാനുള്ള അവകാശമില്ല എന്ന് നമുക്കെല്ലാവർക്കും പറയാം. IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം ഇവിടെ നടത്തിയത്. ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ MLA എന്ന പദവി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രൂപത്തിലുള്ള സാമ്പത്തികം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇര മാത്രമാണ് ഈ രണ്ടുപേർ. വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരുപറ്റം നേതാക്കൾ അവര് തന്നെ പ്രവർത്തകരുടെയും അവരുടെ തന്നെ ഇടത്തരം നേതാക്കളെയും എല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് തഴച്ചു വളരുന്ന കാഴ്ചയാണ് നമ്മൾ കുറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ വസ്തുതകളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. IC ബാലകൃഷ്ണന് ഈ വിഷയത്തിൽ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള എല്ലാ തെളിവുകളും പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ IC ബാലകൃഷ്ണൻ KPCC നേതൃത്വത്തിന് ഒരു കത്ത് നൽകുന്ന സാഹചര്യമുണ്ടായി. KPCC നേതൃത്വത്തിന് അദ്ദേഹം നൽകിയ കത്തിൽ വളരെ കൃത്യമായി പറയുന്നത് അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് ചില ആളുകളിൽ നിന്നും നിയമനത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ള പണം അത് IC ബാലകൃഷ്ണന്റെ കയ്യിലാണ്. അത് തിരിച്ചു ചോദിച്ചുകൊണ്ട് ആളുകൾ വരുന്നുണ്ട്. അത് തിരിച്ചു കൊടുക്കാൻ ആ പണം വാങ്ങിത്തരാൻ ആവശ്യമായ നിലപാടെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പരം തെളിവ് മറ്റെന്താണ്? IC ബാലകൃഷ്ണന് വേണ്ടി ഇത്തരത്തിലുള്ള അഴിമതി വലിയ രൂപത്തിൽ നടന്നു എന്നതിന് ഇതിൽ പരം തെളിവ് മറ്റെന്താണ് വേണ്ടത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി ചോദിക്കുകയാണ്, ഈ നിമിഷം വരെ എന്തുകൊണ്ടാണ് KPCC നേതൃത്വം ഈ വിഷയത്തിൽ ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാകാത്തത്? ഈ മരണത്തിന് IC ബാലകൃഷ്ണനൊപ്പം തന്നെ KPCC നേതൃത്വവും ഉത്തരവാദിയാണ്. ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. IC ബാലകൃഷ്ണനൊപ്പം KPCC നേതൃത്വം ഇതിന് ഉത്തരവാദിയാണ്. കാരണം നമുക്കറിയാം, ശ്രീമാൻ NM വിജയൻ അദ്ദേഹം KPCCക്ക് എഴുതിയ കത്തിൽ വളരെ കൃത്യമായി ഈ കാര്യം വ്യക്തമാക്കുകയും നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിൽ ഇത്രയും നാളുകൾ പിന്നിടുമ്പോഴും KPCC നേതൃത്വം അതിലിടപെടാനോ പരിഹാരം കാണാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ ഈ ജീവൻ പൊലിയില്ലായിരുന്നു. അതുകൊണ്ട് KPCC നേതൃത്വത്തിൽ ഉൾപ്പെടെ ഈ മരണത്തിന് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ അവർ ഈ വിഷയത്തിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിലും പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇവിടെ നമുക്കറിയാം, അവർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കില്ല. കാരണം ഇവർ അതിനേക്കാൾ വലിയ തട്ടിപ്പിന്റെ ഉടമകളാണ് എന്ന് നമുക്കറിയാം. മോൺസൺ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിന്റെ രണ്ടാം പ്രതിയാണ് KPCC പ്രസിഡന്റ്. പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുത്ത ആളാണ് പ്രതിപക്ഷ നേതാവ്. പറയാം, അതുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷേ രണ്ടുപേരുടെ കോൺഗ്രസിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട DCCയുടെ ട്രഷറർ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് നിൽക്കുന്ന ഒരാളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആത്മഹത്യ ചെയ്തപ്പോൾ തീർച്ചയായും ഒരു കുറിപ്പുണ്ടാകും. ആ കുറിപ്പുൾപ്പെടെ മാറ്റി എന്ന വിവരങ്ങളാണ് പുറത്തു വച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതെല്ലാം പുറത്തു വരും, യാതൊരു സംശയവുമില്ല. അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇത് പുറത്തു വരും. IC ബാലകൃഷ്ണൻ MLA ഇതിൽ മറുപടി പറയുന്ന സാഹചര്യം വരും. അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യമായി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നവരല്ല, പകരം ഇതെല്ലാം വ്യാജ
വ്യാജമാണെന്ന് എന്തുകൊണ്ടാണ് IC ബാലകൃഷ്ണൻ പറയുന്നത്? IC ബാലകൃഷ്ണൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഈ പരാതികളും ഈ കൊടുത്തിട്ടു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പുറത്തുവിട്ട എല്ലാ രേഖകളും വ്യാജമാണ് എന്ന് IC ബാലകൃഷ്ണൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഭയം മൂലമാണ്. അദ്ദേഹത്തിന് മറച്ചുവെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് ഇതെല്ലാം വ്യാജമാണ് എന്ന് മുൻകൂട്ടി അദ്ദേഹം പറയുന്നത്. അല്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് ഭയമില്ലായിരുന്നുവെങ്കിൽ അന്വേഷണം നടക്കട്ടെ, ഈ പുറത്തുവന്ന തെളിവുകൾ ഉൾപ്പെടെ പരിശോധിക്കട്ടെ എന്ന് നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പകരം അദ്ദേഹം മുൻകൂട്ടി SP ഉൾപ്പെടെ ഇത് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ പ്രതികൾ കനമുണ്ട് എന്നതിന് തെളിവാണ് ആ രൂപത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പോലും. ഓരോ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഇടപാട് നടത്തിയത് സംബന്ധിച്ചുള്ള എഗ്രിമെന്റ് പുറത്തു വന്നിരിക്കുന്നു. ഒരു ഉദ്യോഗാർത്ഥി പണം നൽകിയപ്പോ ആ പണം IC ബാലകൃഷ്ണന് വേണ്ടി വാങ്ങിയതാണെന്നും ആ പണം IC ബാലകൃഷ്ണന് വേണ്ടി വാങ്ങി നിയമനം നൽകിയിട്ടില്ലെങ്കിൽ തിരിച്ച് പലിശയടക്കം തിരിച്ചു നൽകുന്നത് ഉൾപ്പെടെയുള്ള രേഖ എഗ്രിമെന്റ് പുറത്തു വന്നിരിക്കുന്നു. ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരികയാണ്. തീർച്ചയായും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ വരും. വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായ പരിശോധന നടത്തുന്നുണ്ട്. വിജിലൻസ് പ്രാഥമികമായ പരിശോധന നടത്തി പരിശോധന നടത്തും. പോലീസിന് സ്പെഷ്യൽ ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീമിനെ നിയമിച്ചിട്ടുണ്ട്. അവർ അന്വേഷണം നടത്തും. ഇവിടെ വയനാട് ജില്ലയിൽ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ IC ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരുപാട് മരണങ്ങൾ ഒറ്റപ്പെട്ട കാര്യമായി ഇതിനെ കാണാൻ വേണ്ടി കഴിയില്ല. 2023 പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന ആൾ, അതും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള രാജേന്ദ്രൻ നായർ, അദ്ദേഹം ലോൺ എടുത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 20,000 രൂപയാണ് അദ്ദേഹം ലോൺ എടുക്കുന്നത്. 25 ലക്ഷം രൂപ അദ്ദേഹം അറിയാതെ അവിടെയുള്ള ഭരണസമിതി KK അബ്രഹാമിന്റെ നേതൃത്വത്തിൽ സമുന്നതനായ കോൺഗ്രസ് നേതാവാണ് KK അബ്രഹാം. അദ്ദേഹം APCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് ഉൾപ്പെടെ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇപ്പോഴും സേവാദളിന്റെ കോൺഗ്രസിന്റെ സംഘടനയുടെ സേവാദളിന്റെ അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സജീവൻ കൊല്ലപ്പള്ളി ഇപ്പോഴും ജയിലിലാണ്. എന്തിനാണ് അദ്ദേഹം ജയിലുള്ളത്? സമരം നടത്തിയതിന്റെ പേരിലല്ല, എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടിയും നാടിന് വേണ്ടിയും പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടല്ല. KK അബ്രഹാം ജയിലിൽ കിടന്നത് ഏതെങ്കിലും സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടല്ല, പകരം അഴിമതി നടത്തിയതിന്റെ പേരിലാണ്. സർവീസ് സഹകരണ ബാങ്കിൽ, പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ കർഷകന്റെ പേരിൽ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തി 7 കോടിയോളം രൂപയാണ് അവിടെ വിവിധ ആളുകളുടെ പേരിൽ എഴുതിയെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിന്റെ പേരിൽ ഈ കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തിയത്. ആ തട്ടിപ്പ് പുറത്തു വന്നപ്പോ ആ തട്ടിപ്പിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോ KK അബ്രഹാമിനും സജീവൻ കൊല്ലപ്പള്ളിക്കും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അഗ്രഹത്തിലെന്ന് ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ IC ബാലകൃഷ്ണന്റെ സ്ഥാനം ഈ MLA ഓഫീസിലായിരിക്കില്ല, പകരം ജയിലിലായിരിക്കും. യാതൊരു സംശയവും അതിനുവേണ്ട. ജയിലിലേക്ക് അദ്ദേഹം പോകേണ്ടി വരും, അദ്ദേഹം മറുപടി പറയേണ്ടി വരും. യാതൊരു സംശയവും വേണ്ട. അത്രയേറെ തെളിവുകൾ പുറത്തുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, ഇടത്തരം നേതാക്കന്മാരെ ചൂഷണം ചെയ്ത് തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ പദവിയും ഉറപ്പിക്കുക എന്ന നിലപാടാണ് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്വീകരിക്കുന്നത്. നമുക്ക് ഓർമ്മയില്ല, 2015 PV ജോൺ എന്ന് പറയുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ, മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അദ്ദേഹം ആശിച്ചുണ്ടാക്കിയ, അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഓഫീസ്, കോൺഗ്രസിന്റെ ഓഫീസ് മാനന്തവാടിയിൽ, അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ അതേ കോൺഗ്രസിന്റെ ഓഫീസിൽ അദ്ദേഹത്തിന് തൂങ്ങി മരിക്കേണ്ടി വന്നു. അദ്ദേഹം കത്തെഴുതി വെച്ചു. അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ച് കത്തെഴുതി വെച്ചു. എന്നെ പരാജയപ്പെടുത്താനും എന്നെ ചൂഷണം ചെയ്യാനും എന്നെ ഉപയോഗിച്ച് അധികാരം നേടാനും ശ്രമിച്ചതിന്റെ ഭാഗമായി എനിക്ക് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇവരാണ് ഉത്തരവാദിക്കുന്നത് എഴുതി വെച്ചുകൊണ്ട് അന്നത്തെ DCCയുടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരെഴുതി വെച്ചുകൊണ്ടാണ് അന്ന് PV ജോൺ ആത്മഹത്യ ചെയ്തത്. രാജേന്ദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസുകാരൻ പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്തത് ഈ കോൺഗ്രസിന്റെ പീഡനം സഹിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന NM വിജയനെ പോലെയുള്ള ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവിനും ആത്മഹത്യകൾ അഭിനന്ദനം നിയമിക്കുന്നു. 2 ജീവനുകൾ പോയിരിക്കുന്നു. ചെറിയ കാലമായി കാണാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസുകാർക്കൊക്കെ കിട്ടുന്ന പ്രിവിലേജ് ഉണ്ട്. വാർത്തകളൊക്കെ കുറച്ച് ദിവസം കൊണ്ട് അവസാനിക്കും. ചെറിയ ചെറിയ വാർത്തകൾ മാത്രമായിരിക്കും. പക്ഷേ CPIM ഈ വിഷയം ഇവിടെ ഈ സമരം കൊണ്ടോ ഇവിടെ ഒരു പ്രതികരണം കൊണ്ടോ അവസാനിപ്പിക്കാനല്ല നിങ്ങൾ തീരുമാനിച്ചത്. കാരണം 2 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കോടികളുടെ അഴിമതിയാണ്
ഉദ്യോഗാർത്ഥികൾ ജോലി ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് ലക്ഷങ്ങളാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ആ ആളുകൾ മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള വിഷയം വളരെ ഗൗരവമായി തന്നെ തുടർന്നുകൊണ്ട് CPM മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ ആളുകൾ പ്രതികരിക്കുമ്പോൾ നേരത്തെ തന്നെ IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അർബൻ ബാങ്കിന്റെ അഴിമതി പുറത്തു വന്നപ്പോ ചില ഉദ്യോഗാർത്ഥികൾ പണം നൽകിയവർ പ്രതികരിക്കാൻ തയ്യാറായി വന്നപ്പോ ആ ഘട്ടത്തിൽ IC ബാലകൃഷ്ണനും കോൺഗ്രസിന്റെ നേതാക്കന്മാരും അവരെ കണ്ട് പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയും പല സന്ദർഭത്തിൽപ്പെടുത്തിയും അന്ന് പ്രതികരണം ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോ വീണ്ടും പ്രതികരിക്കാൻ തയ്യാറാകുമ്പോ അത്തരത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലതരത്തിൽ ഈ പണം ഉൾപ്പെടെ നഷ്ടപ്പെട്ടവർ അവർക്ക് ആ പണം തിരിച്ചു കിട്ടാനായിപ്പോകുമോ എന്നുള്ള ഭയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പ്രതികരിക്കാതിരിക്കുകയാണ്. പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായി തീർച്ചയായും ഇവരെല്ലാം പ്രതികരിക്കുന്ന രൂപത്തിലേക്ക് ആ പണം നൽകിയവരും കുടുംബം ഉൾപ്പെടെ ഈ കാര്യത്തിൽ അസംതൃപ്തിയുണ്ട്. അവരെല്ലാം പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ, കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ, ഇതിനോട് എതിർപ്പുള്ളവർ തീർച്ചയായും പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കോൺഗ്രസിന്റെ ആളുകൾ പ്രതികരിക്കുക? NM വിജയനെ പോലെയുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മരണത്തിരയാകേണ്ടി വന്നിട്ട് ഇനിയും പ്രതികരിക്കുന്നില്ലെങ്കിൽ ഇവർ എപ്പോഴാണ് പ്രതികരിക്കുക? സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കും. ഈ വിഷയങ്ങൾ പുറത്തു വരുമ്പോ MLA അത് ഉത്തരവാദിയായി വരും. MLA മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ KPCC പ്രസിഡന്റിന് ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ട് അതിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാവാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഈ മരണത്തിന് ഉത്തരവാദി KPCC-യിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ശ്രീമാൻ NM വിജയൻ ഈ കത്ത് നൽകിയിട്ടുള്ളത്. KPCC-യുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകും, ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന അവസാന ആശ്രയമായിട്ടാണ് KPCC കത്ത് നൽകിയത്. അങ്ങനെ KPCC യഥാസമയം ഇടപെട്ട് പരിഹരിച്ചിരുന്നുവെങ്കിൽ NM വിജയന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് KPCC ഇടപെടാതിരുന്ന KPCC തീർച്ചയായും ഈ മരണത്തിന് ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഇവർക്കെതിരെ KPCC നേതൃത്വത്തിലും IC ബാലകൃഷ്ണനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഉൾപ്പെടെ കേസെടുത്തുകൊണ്ട് ഗൗരവമായ അന്വേഷണം നടത്തണമെന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. ഞാൻ സുദീർഘമായി മറ്റു കാര്യങ്ങൾ നടക്കുന്നില്ല. ഈ സമരത്തോടുകൂടി അവസാനിപ്പിക്കാനല്ല CPIM തീരുമാനിച്ചിട്ടുള്ളത്. LDF എന്ന നിലയിലും CPM എന്ന നിലയിലും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് IC ബാലകൃഷ്ണൻ അടിയന്തരമായി രാജിവെച്ച് ഭയമില്ലെങ്കിൽ അന്വേഷണം നേരിടാൻ തയ്യാറാവുകയാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CPM നേതൃത്വത്തിൽ ബത്തേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം കൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും CPIM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.